കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വായനകൾ നമ്മളിൽ വളരാൻ സാധ്യതയുള്ള രണ്ട് അടിസ്ഥാന തിന്മകളെക്കുറിച്ച് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ശരിക്കും നമ്മൾ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതല്ല എങ്കിൽ ഈ മേഖല നമ്മൾ അറിയാതെ തന്നെ ഈ തിന്മ നമ്മളിൽ വേരൂന്നി അത് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും തിന്മ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിയാൽ അതിൻ്റെ ഫലങ്ങളും തിന്മയായിട്ട് മാറും. ആദ്യവായന നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റേണ്ട ഒരു വികാരമാണ്, ഒരാലോചനയാണ്, ഒരു ചിന്തയാണ് അഹങ്കാരത്തിൻ്റെ ചിന്ത. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയരുത്, ഞാൻ എൻ്റെ ഭാവിയിൽ ഇന്ന സ്ഥലത്ത് പോകും, ഞാൻ ജോലി ചെയ്യും, ഞാൻ അധ്വാനിക്കും, ഞാൻ കാശുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കരുത്. എന്നിട്ട് യാക്കോബ് ശ്ലീഹ കൂട്ടിച്ചേർക്കുന്ന എങ്ങനെയാണ്, കർത്താവ് ഞാൻ പോകും, ഞാൻ അധ്വാനിക്കും. കർത്താവിനെ കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനെന്നാണ് യാക്കോബ് ശ്ലീഹ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അഹങ്കാരിയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നകലുന്ന അവസ്ഥയാണ്. ഒരുവൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറയുകയും മാറ്റി നിർത്തുകയും ദൈവത്തിൽ നിന്ന് ഒരുവൻ പൂർണ്ണമായും അകറ്റപ്പെടുന്ന ഒരവസ്ഥ, അത് അഹങ്കാര ചിന്തയുള്ളവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അഹങ്കാരി ദൈവത്തിൽ നിന്ന് അകലുന്നു, അതോടൊപ്പം അവനിൽ പാപവും മുളയെടുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അഹങ്കാര ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ പദ്ധതികളിൽ, നമ്മുടെ ആലോചനകളിലൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് നന്മ എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിലൂടെയെല്ലാം മനോഹരമായിട്ട് നമുക്ക് ഏറ്റവും നന്മ എന്താണെന്ന് സ്വർഗം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ സ്വർഗീയ വെളിപ്പെടുത്തലുകളെ മാനിക്കാതെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ തീരുമാനിക്കും എനിക്ക് നന്മ എന്താണെന്ന്. അങ്ങനെ എൻ്റെ തീരുമാനങ്ങൾ ദൈവീക തീരുമാനങ്ങൾക്കും മീതെ വരുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ ചിന്തയായിട്ട് മാറും. അവന് ദൈവമില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ മനോഹരമായിട്ട് പറഞ്ഞത്, ഞാൻ പോയി അധ്വാനിക്കും, ഞാൻ പോയി കാശുണ്ടാക്കും, ഞാൻ ഇന്ന ദേശത്ത് പോയി ജോലി ചെയ്യും എന്ന് പറയാതെ എൻ്റെ കർത്താവ് മനസ്സാകുന്നെങ്കിൽ, എൻ്റെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. കാരണം നമ്മൾ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നാന്ന് പറഞ്ഞ് അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കില്ല, നമുക്കറിയില്ല. അടുത്ത ദിവസം നമുക്ക് ജീവനുണ്ടോ ഇല്ല എന്ന് നമുക്ക് ആർക്കും ഗ്യാരണ്ടിയില്ല. പിന്നെ എങ്ങനെ ഈ അഹങ്കാരത്തിൻ്റെ സംസാരം, അഹങ്കാരത്തിൻ്റെ ധ്വനിയോട് കൂടിയ സംസാരം നമുക്ക് പറ്റുമെന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. എന്നിട്ട് യാക്കോബ് ശ്ലീഹ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. മറ്റൊരു വാക്കിൽ ഇതിനെ പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇന്നത്തെ വായനയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കണം. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഉപരി നന്മയാണ്, നന്മ തന്നെയായ നിത്യനന്മയായ ദൈവത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധ്യമാണെന്ന് നമുക്കറിയാം. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ സത്യം നമ്മൾ അംഗീകരിക്കാതെ നന്മ ഏതാണെന്ന് നമുക്കറിയാം, ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഉപരി നന്മ എന്താണെന്ന് അറിയാവുന്ന നമ്മൾ
നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ നാം പാപം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, നിത്യ നന്മയായ ദൈവത്തെ ചേർത്ത് പിടിക്കാത്തവൻ അവൻ പാപം ചെയ്യുന്നു. ദൈവമില്ലാത്തവനാണ് മറ്റൊരു വാക്യം പറഞ്ഞാൽ പാപത്തിലായിരിക്കുന്നവൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹമില്ലാത്തവൻ പാപത്തിൻ്റെ വഞ്ചനയിലാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ബന്ധനം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധമില്ലാത്തവൻ്റെ അവസ്ഥയാണ്. നമ്മൾ പറയും ഇവൻ പാപത്തിൻ്റെ ബന്ധനത്തിലാണെന്ന് പറയും, അല്ലെങ്കിൽ ഇവൻ തിന്മയുടെ ബന്ധനത്തിലാണെന്ന് പറയും. അവനെപ്പോഴാണ് പാപത്തിൻ്റെയും തിന്മയുടെയും ബന്ധനത്തിലാകുന്നത്? ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെയും സാധ്യതകളിലൂടെയും കടന്നു പോവുകയും ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കാനും അവൻ്റെ ജീവിതത്തിൻ്റെ നന്മ അവൻ തീരുമാനിക്കാനും തുടങ്ങുമ്പോഴാണ് അവൻ പാപത്തിൻ്റെയും പൈശാചികതയുടെയും ബന്ധനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ യാക്കോബിലെ മനോഹരമായിട്ട് നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുകയാണ്, ഒരു ചിന്തയെക്കുറിച്ച് പറയുകയാണ്. അത് അഹങ്കാരത്തിൻ്റെ ചിന്തയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് അപ്പസ്തോലന്മാർക്ക് അസൂയ തോന്നുക. ഇത് നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നാൻ സാധ്യതയുള്ള ഒരു പാപമാണ് കേട്ടോ, അസൂയ. നമ്മളെക്കാളും നന്മയായിട്ടുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാണുമ്പോൾ, മറ്റുള്ളവർ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉന്നതി പ്രാപിക്കുന്ന കാണുമ്പോൾ, വളർച്ച പ്രാപിക്കുന്ന കാണുമ്പോൾ, ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഈ അസൂയ നമ്മളിൽ വേരുറപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആരോടാണോ നമുക്ക് അസൂയ ഉള്ളത്, ആരുടെ വളർച്ചയിലാണോ നമുക്ക് അസൂയ തോന്നുന്നത്, ചിലപ്പോൾ നമ്മൾ അവരോടൊന്നും പറയില്ല, പക്ഷെ ബാക്കി എല്ലാവരോടും നമ്മൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചും സന്തോഷിച്ചൊക്കെ പറയും, എല്ലാം കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നു, നല്ല വാഹനമാണ് കേട്ടോ, നല്ല വീടാണ് കേട്ടോ, എല്ലാം എല്ലാം നന്നായിരിക്കും. എന്നിട്ട് മാറി നിന്നിട്ട് പറയും, ഓ കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം, കണ്ടില്ലേ അവൻ കാട്ടിക്കൂട്ടുന്നത്. ഈ ധ്വനി വരുന്നതിന് ഒരു കാരണം നമുക്ക് അവരോട് അസൂയുള്ളതുകൊണ്ടാണ്. അപ്പസ്തോലന്മാർ പറഞ്ഞത്, നിന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ എന്നായിരുന്നറിയോ, അവനോട് നമ്മുടെ കൂട്ടത്തിൽ അല്ലാത്തതുകൊണ്ട് അവരോട് ഞങ്ങൾ അവരെ എതിർത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നമ്മുടെ പക്ഷത്തുള്ളവൻ ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ഒരുവന് പിന്നെ എൻ്റെ നാമത്തിനെതിരെ ദൂഷണം പറയാൻ അടുത്ത സെക്കൻഡിൽ പറ്റില്ല. അതുകൊണ്ട് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അപ്പം അവരെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന അസൂയയില്ലാത്ത ഒരു ഹൃദയം, പ്രത്യേകിച്ച് ഇതൊരു ആത്മീയ മണ്ഡലവുമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ മറ്റപ്പോൾ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ, ശുശ്രൂഷ ചെയ്യുന്നവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ നടക്കുന്ന കാണുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന അസൂയൊക്കെ ഉണ്ടാകാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസൂയ ഉണ്ടാകും. ആരോടാ? തങ്ങളെക്കാളും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അസൂയ തോന്നും. എന്നാൽ മര്യാദയ്ക്കിരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ ഈ അസൂയയുടെ ആവശ്യമില്ല. എന്നാൽ പോലും അയ്യോ അവരെക്കാളും 2 മാർക്ക് കൂടുതൽ കിട്ടി, 3 മാർക്ക് കൂടുതൽ കിട്ടി. ഇതൊക്കെ നമ്മളറിയാതെ ഹൃദയത്തിൽ അസൂയയുടെ വിഷയമായിട്ട് മാറാം. ഇവിടെ നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്ത ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട. അവരൻ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന പ്രവർത്തികളെ കണ്ട് നമ്മൾ ആനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്, അതിൽ അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും അവരൻ ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ മാറി നിന്ന് വിമർശിക്കുകയും അതേക്കുറിച്ച് ആകുലപ്പെടുകയും അതേക്കുറിച്ച് മനസ്സിലൊരു ഭാരം കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അസൂയ എന്ന തിന്മ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഈ 2 വൈകാരിക വിഷയങ്ങൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടേണ്ടവയാണ് എന്നിന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ വിമുക്തമാക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.